എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SNGU ഫസ്റ്റ് സെമിസ്റ്റർ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 6 മാർക്ക് essay ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ടൂറിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? വിനോദത്തിനും വിശ്രമത്തിനും സന്തോഷത്തിനുമായി വീട്ടിൽ നിന്ന് അകലെ സമയം ചെലവഴിക്കുന്നതിനെയാണ് ടൂറിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നത്. അപ്പോൾ ടൂറിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിനോദത്തിനും വിശ്രമത്തിനും സന്തോഷത്തിനുമായി വീട്ടിൽ നിന്ന് അകലെ സമയം ചെലവഴിക്കുക. അടുത്തതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അന്താരാഷ്ട്ര ടൂറിസവും ആഭ്യന്തര ടൂറിസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അതാണ് പാസ്പോർട്ടിൻ്റെയും കറൻസിയുടെയും മാറ്റം. അതായത് അന്താരാഷ്ട്ര ടൂറിസവും ആഭ്യന്തര ടൂറിസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പാസ്പോർട്ടിൻ്റെയും കറൻസിയുടെയും മാറ്റത്തിൻ്റെ ആവശ്യകത. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ആധുനിക ടൂറിസത്തിൻ്റെ തുടക്കം ഏത് ചരിത്രഘട്ടത്തിലാണ്? പാശ്ചാത്യ യൂറോപ്പിലെ 17ാം നൂറ്റാണ്ട്. അപ്പം പാശ്ചാത്യ യൂറോപ്പിലെ 17ാം നൂറ്റാണ്ടിലാണ് ആധുനിക ടൂറിസത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. അടുത്തതാണ് നാലാമത്തതാണ്, സാംസ്കാരിക ടൂറിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഒരു രാജ്യത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ സംസ്കാരം, ചരിത്രം എന്നിവയെക്കുറിച്ച് പഠിക്കുക. അപ്പം ഒരു രാജ്യത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സാംസ്കാരിക ടൂറിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അടുത്തതാണ്, മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഏത് തരത്തിലുള്ള ടൂറിസത്തിലാണ് ഉൾപ്പെടുന്നത്? മതപരവും ആത്മീയവുമായുള്ള ടൂറിസം. അപ്പം മതപരമായ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഏത് ടൂറിസത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ മതപരവും ആത്മീയവുമായുള്ള ടൂറിസത്തിലാണ് ഉൾപ്പെടുന്നത്. അടുത്തത്, ടൂറിസത്തിൻ്റെ പ്രധാന സാമ്പത്തിക പ്രഭാവം എന്താണ്? തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ടൂറിസത്തിൻ്റെ പ്രധാന സാമ്പത്തിക പ്രഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞ 5 ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ പറയാം. ടൂറിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വിനോദത്തിനും വിശ്രമത്തിനും സന്തോഷത്തിനുമായി വീട്ടിൽ നിന്ന് അകലെ സമയം ചെലവഴിക്കുക. അന്താരാഷ്ട്ര ടൂറിസവും ആഭ്യന്തര ടൂറിസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പാസ്പോർട്ടിൻ്റെയും കറൻസിയുടെയും മാറ്റത്തിൻ്റെ ആവശ്യകത. അടുത്തത്, ആധുനിക ടൂറിസത്തിന് തുടക്കം കുറിച്ചത് എന്നാണ് ചോദിച്ചാൽ പാശ്ചാത്യ യൂറോപ്പിലെ 17ാം നൂറ്റാണ്ട്. സാംസ്കാരിക ടൂറിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു രാജ്യത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുക. മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഏത് തരത്തിലുള്ള ടൂറിസത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ മതപരവും ആത്മീയവുമായുള്ള ടൂറിസം. ടൂറിസത്തിൻ്റെ പ്രധാന സാമ്പത്തിക പ്രഭാവം എന്താണ്? തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എക്കോ ടൂറിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പ്രകൃതി പ്രദേശങ്ങളെ സംരക്ഷിക്കുകയും പ്രാദേശിക സമൂഹങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എക്കോ ടൂറിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃതി പ്രദേശങ്ങളെ സംരക്ഷിക്കുകയും പ്രാദേശിക സമൂഹങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ പറയാം, എക്കോ ടൂറിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പ്രകൃതി പ്രദേശങ്ങളെ സംരക്ഷിക്കുകയും പ്രാദേശിക സമൂഹങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യുക. അടുത്തതാണ്, സോഫ്റ്റ് അഡ്വഞ്ചർ പ്രവർത്തനങ്ങളുടെ ഏതെങ്കിലും 2 ഉദാഹരണങ്ങൾ എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈക്കിങ്, ബൈക്കിങ്. അപ്പം സോഫ്റ്റ് അഡ്വഞ്ചർ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും 2 ഉദാഹരണങ്ങൾ എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈക്കിങ്, ബൈക്കിങ് ആണ് സോഫ്റ്റ് അഡ്വഞ്ചർ പ്രവർത്തനങ്ങൾക്കുള്ള 2 ഉദാഹരണങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ടൂറിസം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാന പ്രതികൂല ഫലം, അതായത് നെഗറ്റീവ് ആയിട്ടുള്ളത് എന്താണെന്നാണ് ചോദിക്കുന്നത്. പ്രാദേശിക സേവനങ്ങളുടെയും സാധനങ്ങളുടെയും വില വർദ്ധിക്കുക. അപ്പം ടൂറിസം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രതികൂല ഫലം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രാദേശിക സേവനങ്ങളുടെയും സാധനങ്ങളുടെയും വില വർദ്ധിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പ്രകൃതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ടൂറിസത്തെ എന്താണ് വിളിക്കുന്നത്? എക്കോ ടൂറിസം. അപ്പോൾ എക്കോ ടൂറിസം എന്നതാണ് പ്രകൃതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ടൂറിസത്തെ വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒന്നും കൂടെ വേണമെങ്കിൽ പറയാം. ടൂറിസത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്?
വിനോദത്തിനും വിശ്രമത്തിനും സന്തോഷത്തിനുമായി വീട്ടിൽ നിന്ന് അകലെ സമയം ചെലവഴിക്കുക. അന്താരാഷ്ട്ര ടൂറിസവും ആഭ്യന്തര ടൂറിസവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം പാസ്പോർട്ടിന്റെയും കറൻസി മാറ്റത്തിന്റെയും ആവശ്യകത. ആധുനിക ടൂറിസത്തിന് തുടക്കം ഏത് ചരിത്രഘട്ടത്തിലാണ്? പാശ്ചാത്യ യൂറോപ്പിലെ 17-ാം നൂറ്റാണ്ട്. സാംസ്കാരിക ടൂറിസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഒരു രാജ്യത്തിന്റെയോ പ്രദേശത്തിന്റെയോ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുക. മതപരമായ പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഏത് തരത്തിലുള്ള ടൂറിസത്തിലാണ് ഉൾപ്പെടുന്നത്? മതപരവും ആത്മീയവുമായുള്ള ടൂറിസം. എക്കോ ടൂറിസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പ്രകൃതി പ്രദേശങ്ങളെ സംരക്ഷിക്കുകയും പ്രാദേശിക സമൂഹങ്ങൾക്ക് ഗുണം ചെയ്യുകയും ചെയ്യുക. ടൂറിസത്തിന്റെ പ്രധാന സാമ്പത്തിക പ്രഭാവം എന്താണ്? തൊഴിലവസരങ്ങൾ വർദ്ധിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യുന്നു. സോഫ്റ്റ് അഡ്വഞ്ചർ പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും 2 ഉദാഹരണങ്ങൾ എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹൈക്കിംഗ് ആൻഡ് ബൈക്കിംഗ് ആണ് സോഫ്റ്റ് അഡ്വഞ്ചർ പ്രവർത്തനങ്ങൾക്കുള്ള 2 ഉദാഹരണങ്ങൾ. അടുത്തതാണ് ടൂറിസം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാന പ്രതികൂല ഫലം എന്താണ് ചോദിച്ചാൽ പ്രാദേശിക സേവനങ്ങളുടെയും സാധനങ്ങളുടെയും വില വർദ്ധിക്കുന്നത്. അപ്പം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ചോദിച്ചത്. അടുത്തത് വാട്ട് ഈസ് ദ ടേം ഓഫ് ടൂറിസം, അതായത് പ്രകൃതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ടൂറിസത്തെ എന്താണ് വിളിക്കുന്നത്? പ്രകൃതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ടൂറിസത്തെ വിളിക്കുന്നത് എക്കോ ടൂറിസം എന്നാണ് പറയുന്നത്. എക്കോ ടൂറിസം എന്നാണ് പ്രകൃതി സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന ടൂറിസത്തെ വിളിക്കുന്നത്. അപ്പം ഈ ഒരു 10 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു എസ്സേ ക്വസ്റ്റ്യനും കൂടെ ഡിസ്കസ് ചെയ്യാം. ഡിസ്കസ് ചെയ്തിട്ടുള്ള 10 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. അപ്പോൾ ഇനി അടുത്തത് എസ്സേ ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും താങ്ക് യു, ബൈ ബൈ.